കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി വാണിയമ്പാറ ഇൻഫന്റ് ജീസസ് പള്ളി സെമിത്തേരിയിലെ കല്ലറയിൽ പായൽ പൊതിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടെത്തിയ സംഭവം വലിയ വിവാദമായിരുന്നു. ഒരു കല്ലറയ്ക്കുള്ളിൽ രണ്ട് മൃതദേഹങ്ങൾ ഉണ്ടോ എന്ന ശക്തമായ സംശയമാണ് ഉയർന്നിരിക്കുന്നത്. കല്ലറ തുറന്ന് പരിശോധിച്ചപ്പോഴാണ് പായയിൽ പൊതിഞ്ഞ നിലയിൽ ഒരു വസ്തു കണ്ടെത്തിയത്. ഇത് മറ്റൊരു മൃതദേഹമാണ് എന്നാണ് നിലവിലത്തെ സംശയം. അതോടെ കല്ലറയ്ക്കുള്ളിൽ അസ്വാഭാവികമായ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ പള്ളി കമ്മിറ്റി പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു എന്നാണ് ഇടവക വികാരി ഫാദർ ജിൽബർട്ട് കൊന്നയിൽ വ്യക്തമാക്കിയത്. കഴിഞ്ഞ 13-ാം തീയതി പള്ളിയിൽ ഒരു ശവസംസ്കാരം നടന്നിരുന്നു. ഇതിനായി കല്ലറ തുറന്നപ്പോഴാണ് അതിനുള്ളിൽ ശവപ്പെട്ടിക്കൊപ്പം സംശയാസ്പദമായ രീതിയിൽ മറ്റൊരു വസ്തു കൂടി കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. കല്ലറയ്ക്കുള്ളിൽ പായയിൽ പൊതിഞ്ഞ നിലയിൽ കണ്ടെത്തിയ വസ്തു എന്താണ് എന്നതിനെക്കുറിച്ച് പോലീസ് കൃത്യമായ പരിശോധന നടത്തുകയായിരുന്നു. കല്ലറുകളുടെ നമ്പറുകൾ മാറ്റിയപ്പോൾ സംഭവിച്ച പിഴവാകാം ഇതിനൊന്ന് ഒരു പ്രധാന അല്ലെങ്കിൽ ഒരു പ്രാഥമികമായ നിഗമനത്തിലാണ് പോലീസ്. പായയിൽ പൊതിഞ്ഞത് മൃതദേഹം തന്നെയാണോ എന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ്. അന്വേഷണത്തിൽ തൃപ്തികരമായ ഒരു ഉത്തരം ലഭിച്ചില്ലെങ്കിൽ മൃതദേഹം പുറത്തെടുത്ത് ശാസ്ത്രീയമായ പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്നാണ് പോലീസ് പറയുന്നത്. നിലവിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ശശികല ടീച്ചർ ഫേസ്ബുക്കിൽ രൂക്ഷമായ രീതിയിലാണ് ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. അതായത് ആ പോസ്റ്റ് ഇങ്ങനെയാണ്: കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി വാണിയമ്പാറ ഇൻഫന്റ് ജീസസ് പള്ളിയിൽ സെമിത്തേരിയിലെ കല്ലറയിൽ പായയിൽ പൊതിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടെത്തിയ സംഭവം ആർക്കും ഒരു ദുരൂഹത തോന്നാത്തത് ശുഭ പര്യവസാനമായി എന്നാണ് പറയുന്നത്. അവയവ കടത്തും മറ്റും അരങ്ങ് തകർക്കുന്ന ഈ കാലത്ത് ഇതിലൊന്നും ദുരൂഹത തോന്നരുത്. കല്ലറയുടെ നമ്പർ മാറിയാൽ രണ്ട് ശരീരം ഒരു കല്ലറയിൽ വരുമോ? പ്ലാസ്റ്റിക് പായയിൽ മൃതദേഹം അടക്കുമോ? അങ്ങനെ അടക്കിയാൽ പിന്നെ അതെങ്ങനെ ജീർണിക്കും? വയനാട്ടിലൊക്കെ ചിലർക്ക് സ്വകാര്യ ശ്മശാനങ്ങൾ വരെ ഉണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ധർമ്മസ്ഥലിൽ ഒരു കള്ളക്കഥയുമായി ഒരുത്തൻ ചെന്നപ്പോൾ ഇല്ലാത്ത മൃത ശരീരങ്ങൾ തേടി എത്ര ചതുരശ്ര കിലോമീറ്ററാണ് മാന്തി കുഴിച്ചത്. അതാണ് മതേതരത്തിന്റെ സൗകര്യം എന്നാണ് ശശികല ടീച്ചർ ഫേസ്ബുക്കിൽ കുറിച്ചത്. ഇതിൽ വലിയ രീതിയിൽ ദുരൂഹത ഉണ്ടെന്നാണ് ശശികല ടീച്ചർ തന്നെ പറയുന്നത്. എന്നാൽ പോലീസ് പറയുന്നത് ദുരൂഹതകൾ ഒന്നും തന്നെ ഇല്ല എന്നാണ്. 2019-ൽ സെമിത്തേരി നവീകരിച്ച സമയത്ത് കല്ലറകളുടെ ക്രമ നമ്പറുകളിൽ മാറ്റം വന്നതാണ് ഇത്തരമൊരു ആശയക്കുഴപ്പത്തിന് കാരണമെന്നാണ് പോലീസിന്റെ ഭാഷ. ഈ കല്ലറയിൽ മുമ്പ് 2006-ലും 2015-ലും മൃതദേഹങ്ങൾ സംസ്കരിച്ചിരുന്നു. ഇതിൽ 2015-ൽ അടക്കം ചെയ്ത മൃതദേഹമാണ് പായയിൽ പൊതിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. അന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പായയിൽ പൊതിഞ്ഞ നിലയിലാണ് മൃതദേഹം സംസ്കരിച്ചതെന്നും ഇതുമായി ബന്ധപ്പെട്ട് ചിത്രങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടെന്നും അധികൃതർ അറിയിക്കുന്നുണ്ട്. കഴിഞ്ഞ ജൂൺ 13-ന് റൊട്ടേഷൻ പ്രകാരം 38-ാം നമ്പർ കല്ലറ തുറന്നപ്പോഴാണ് ഈ സംഭവം പുറത്തറിയുന്നത്. നിലവിൽ സാധാരണഗതിയിൽ ഈ ക്രിസ്തീയ ആചാരപ്രകാരം മൃതദേഹങ്ങളൊന്നും തന്നെ പായയിൽ പൊതിഞ്ഞ് അടക്കം ചെയ്യാറില്ല. എന്നാൽ കല്ലറ തുറന്നപ്പോൾ പെട്ടിയിൽ അടക്കം ചെയ്ത ഒരു മൃതദേഹവും പായയിൽ പൊതിഞ്ഞ മറ്റൊരു മൃതദേഹവും ഒരുമിച്ച് കണ്ടെത്തുകയായിരുന്നു. തുറന്ന പള്ളിയിലെ മരണ രജിസ്റ്റർ പരിശോധിച്ചെങ്കിലും പായയിൽ പൊതിഞ്ഞ മൃതദേഹം ആരുടേതാണെന്ന് പെട്ടെന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. 2006-ൽ അവിടെ അടക്കം ചെയ്ത ആളുടെ ബന്ധുക്കൾ എത്തിയെങ്കിലും കൃത്യമായ സൂചനകൾ ലഭിച്ചതുമില്ല എന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ ഇതിനെപ്പറ്റി ഒരു അന്വേഷണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്.